ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇപ്പോൾ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് മറ്റൊന്നും കണ്ടല്ല. നമ്മളെ ഷോർട്സ് കാണുന്നവർക്ക് മനസ്സിലാവും, ടീച്ചിങ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിന്ന് പോണത് ലുലുവിലോട്ടാണ്. പിന്നെ കുറച്ച് പർച്ചേസിങ്, പിന്നെ ഒരാളെ കാണാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി ഞാനും ചേട്ടനും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ട് പോയ അമ്മേനെ കൂടെ പിക്ക് ചെയ്യാണ്ട്, എന്നിട്ട് നമ്മൾ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് നോക്കാനായിരുന്നു. അങ്ങനെ നമ്മൾ കൊട്ടിയം ലുലുവിൽ മറ്റേ ഇൻഡിപെൻഡൻസ് ഡേയുടെ എന്തൊക്കെയോ ഓഫർ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. ഇതാണ് ഗൈസ് കൊട്ടിയം ലുലു. അപ്പോൾ അവിടെ നമുക്ക് പാർക്കിംഗ് ഫീ ഉണ്ട്, 30 രൂപയാണ് പാർക്കിംഗ് ഫീ വരുന്നത്. അപ്പം നമ്മൾ അതൊക്കെ അടച്ചിട്ട് പെയ്യെ അങ്ങോട്ട് താഴോട്ട് പോകണം, എന്നാലേ കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലം എത്തത്തുള്ളൂ. ആദ്യം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമ്മളിപ്പോൾ മൂന്നാമത്തെ വട്ടം കൊണ്ടാണ് ഇവിടെ വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ പാർക്കിംഗ് ഫീ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, അതൊക്കെ ഫ്രീ ആയിരുന്നു. ഇപ്പം അത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കും ഇപ്പം കാറിന് 30 രൂപയാണ് മേടിക്കുന്നത്. അപ്പോൾ അപ്പോഴേ 30 രൂപ കൊടുക്കുമ്പോഴേ നമുക്കൊരു ബില്ല് തരും. അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമുക്കവിടെ വഴി ഇന്നടുത്ത് സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലമുണ്ടെന്നൊക്കെ കാണിച്ച് തരാനൊക്കെ ആൾ നിൽപ്പുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കാറ് അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആദ്യത്തെ ഘട്ടം ഫ്രിഡ്ജ് നോക്കുക എന്നതാണ്. വീട്ടിലെ ഫ്രിഡ്ജ് ഇപ്പോൾ ഒരു 10-12 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അതിൽ നിന്ന് കറണ്ട് പിടിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിച്ച് ഫ്രിഡ്ജ് മാറ്റാമെന്ന്. പിന്നെ കുറച്ച് കംപ്ലൈൻറ്റും ഉണ്ട് അതിന്. അങ്ങനെയാണ് നമ്മൾ ലുലുവിലോട്ട് പോയത്. അപ്പോൾ അവിടെ തന്നെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ, കാറ് പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ തന്നെ ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ലിഫ്റ്റ് കയറിയിട്ട് നമുക്ക് എത്രാമത്തെ ഫ്ലോറാണെന്നൊന്നും അറിയത്തില്ലല്ലോ. ആദ്യം നമ്മൾ 3ാമത്തെ ഫ്ലോറിലോട്ടാണ് പോയത് ഫ്രിഡ്ജൊക്കെ നോക്കാനായിട്ട്. 3ാമത്തെ ഫ്ലോറിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ അല്ലായിരുന്നു കേട്ടോ ഫ്രിഡ്ജ്. അവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജും സാധനങ്ങളൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് താഴോട്ട് വന്ന് നമ്മൾ ഡബിൾ ഡോർ ആയിരുന്നു നമ്മുടെ ഡ്രീം. നമ്മുടെ വീട്ടിൽ ഇരുന്നത് സിംഗിൾ ഡോറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഒരു ഡബിൾ ഡോർ വാങ്ങാമെന്ന് വിചാരിച്ച്. നല്ല കസ്റ്റമർ സർവീസൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ അവിടെ വെച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന് ചോദിച്ച്, അതിന് മുമ്പേ നമുക്ക് പരിചയമുള്ള ഒരാളും കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിച്ച് താഴെ പോണതിന് മുമ്പ് മേലൊക്കെ ആദ്യം ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്ന് കാണാമെന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞാൽ ഈ ലുലുവിൻ്റെ അകത്ത് രാവിലെ 10 മണിക്ക് വന്ന് കയറിയതാണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത് 2:30-ക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ചുമ്മാ നടന്ന് സമയം പോയി എന്ന് വേണം പറയാം. അപ്പോൾ സമയം പോകാൻ താല്പര്യമുള്ളവർ ലുലുവിലോട്ട് പോയാൽ മതിയായിരിക്കും. അങ്ങനെ പിന്നെ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങിയില്ല, പിന്നെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ താഴെ വന്ന് ഫ്രിഡ്ജ് നോക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടം മാതിരി ഫ്രിഡ്ജും സാധനങ്ങളും എല്ലാം ഉണ്ട്, എയർ ഫ്രയർ, ഫ്രിഡ്ജ്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളൊന്നും തോന്നിയില്ല. എല്ലാം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. വാഷിംഗ് മെഷീനായാലും ഫ്രിഡ്ജിനായാലും എല്ലാം. ഡബിൾ ഡോറ് ഫ്രിഡ്ജിനൊക്കെ നമ്മൾ നോക്കിയ ഫ്രിഡ്ജിന് 30,000 രൂപയാണ്. 3 സ്റ്റാർ 30,000 രൂപയാണ് ഇതിൻ്റെ അകത്ത് റേറ്റ് വന്നിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ വെച്ച് തന്നെ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് 10,000 രൂപയുടെ ഡിഫറൻസ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാമൊക്കെ നോക്കി കണ്ടിട്ട് നൈസിന് നമ്മൾ മുകളിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വാങ്ങി കേട്ടോ. സെയിം സാധനം തന്നെ, സെയിം കമ്പനി, ഒന്നിനും ഒരു വ്യത്യാസമില്ല. 10,000 രൂപയുടെ ഡിഫറൻസാണ് വന്നത്. അങ്ങനെ നമ്മൾ ഓൺലൈൻ വഴി വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഓൺലൈൻ വഴി ഞങ്ങളുടെ ഫ്രിഡ്ജിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിടാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും തുറന്നൊക്കെ നോക്കി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഈ സെയിം പ്രോഡക്റ്റ് തന്നെ ഓൺലൈനിൽ വില കുറച്ച് കിട്ടുമ്പോൾ പിന്നെ നമ്മളെന്തിനാണ് അവിടെ നിന്ന് മേടിക്കുന്നത്? അപ്പോഴാണ് അടുത്ത ഭീകരമായ, അമ്മയ്ക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമാണ് എക്സ്കലേറ്റർ കേട്ടോ. ഭയങ്കര പേടിയാണ്. അപ്പോൾ പേടിച്ച് വിറച്ച് ആദ്യം എൻ്റെ കയ്യിലാണ് പിടിച്ചത്. എന്നെ വലിയ വിശ്വാസം ഇല്ലാത്ത പേടിയുള്ള ഒരാൾ കുറച്ച് 8-10 വട്ടമെങ്കിലും എക്സ്കലേറ്റർ കയറി കാണും, എന്നാലും ഒരു ഭയം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഷോപ്പിങ്ങിന് കയറാമെന്ന് വിചാരിച്ചു. ഷോപ്പിങ്ങിന് പിന്നെ എസ്കലേറ്റർ പേടിയുള്ള ആരുണ്ട് വേറെ? ആ കുട്ടീനെ ഒന്ന് കാണാൻ പോകണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് സെക്യൂരിറ്റി പറഞ്ഞു വീഡിയോ അലോഡല്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ നാട്ടുകാർ മൊത്തം വീഡിയോ എടുത്തിരുന്നതോ അത് അലോഡ് ആയിട്ടാണോ? പിന്നെ നമ്മൾ കാണാനൊരു കുട്ടിയെ കാണാൻ പോകണമെന്ന് പറഞ്ഞില്ലേ, അവർക്കും പിന്നെ ഇവിടുന്ന് നല്ല നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ തന്നെ എടുത്ത്. പിന്നെ അപ്പോഴേക്കും നമുക്ക് നല്ല വയറ് വിശന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ ഫുഡും മേടിച്ച്. പിന്നെ നമുക്ക് വെളിയിൽ പർച്ചേസിങ് ലക്ഷ്യമുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല കേട്ടോ. നമുക്ക് നേരത്തെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതൊന്നും വാങ്ങാൻ നിന്നില്ല. പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ്